ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈയിടെയായിട്ട് എനിക്ക് കുറേ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനാട്ടോമി നമ്മൾ പഠിക്കുന്നൊന്നും ഓർമ്മയില്ല, പഠിച്ചതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോവാണ്, അത് ഓർക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴികൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ MBBS സമയത്ത് എനിക്ക് അനാട്ടോമി പഠിക്കാൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഞാൻ ഫസ്റ്റ് പറയാം. അതിൽ ഒന്നാമത്തേതാണ്, ഞാനൊരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഏത് ടോപ്പിക് ആണെങ്കിലും അതിലെ ഡയഗ്രാം ആയിരിക്കും ഞാൻ ഫസ്റ്റ് പഠിക്കുന്നത്. കാരണം അനാറ്റോമി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെ നമ്മൾ വിഷ്വലി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അനാറ്റോമി എന്ന് പറയുന്നത്. സോ നമ്മളത് കണ്ട് തന്നെ പഠിക്കണം. അപ്പം ഞാൻ ഏതൊരു ടോപ്പിക് ആണേലും, ഉദാഹരണത്തിന് ഈ പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ആൻഡ് നെക്കിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സോ ഞാൻ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സ്ട്രക്ചേഴ്സ് എമർജിങ് അറ്റ് ദ പെരിഫറി ഓഫ് ദ പാരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പം ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ സ്ട്രക്ചറിലെ ഓരോ പാർട്ട് ഈ ഒരു ടൈം കൊണ്ടറിയാം. നമുക്ക് ഏതൊരു സ്ട്രക്ചർ എടുത്താലും ആന്റീരിയർ പാർട്ട്, പോസ്റ്റീരിയർ പാർട്ട്, മീഡിയൽ പാർട്ട്, ലാറ്ററൽ പാർട്ട്, അങ്ങനെ കുറെ ഉണ്ടാവും, സുപ്പീരിയർ, ഇൻഫീരിയർ, അങ്ങനെ. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഈ പാരോട്ടിഡ് ഗ്ലാൻഡിൽ ഓരോ പാർട്ടിൽ നിന്നായിട്ട് എമർജ് ചെയ്യുന്ന കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് നമുക്കൊരു സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ആന്റീരിയർ, പോസ്റ്റീരിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, മീഡിയൽ, ലാറ്ററൽ എവിടെയായിരിക്കും നമുക്ക് അറിയാലോ. സോ അത് വെച്ചിട്ട് നമ്മൾ ആ സ്ട്രക്ചർ നോക്കി നമ്മൾ ഫസ്റ്റ് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റിൽ എഴുതിയിട്ടുള്ളത് വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ സ്ട്രക്ചറിൽ എന്താണോ അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. സോ ആ ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ട് മനസ്സിലാക്കി വരച്ച് പഠിച്ചിട്ട് നമ്മളത് പിന്നീട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഒരു 50% തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ അനാറ്റോമിയിലെ ഏതൊരു ടോപ്പിക് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ആദ്യം സ്ട്രക്ചേഴ്സ് പഠിക്കാൻ വേണ്ടി നോക്കുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് നിങ്ങൾ ഹെഡ് ആൻഡ് നെക്ക് പഠിക്കുന്ന ഒരു ടൈം ഉണ്ടാവും. ഹെഡ് ആൻഡ് നെക്കിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട്, കുറേ ഡയഗ്രാംസ് ഉണ്ട്, ഭയങ്കര വാസ്റ്റ് ആണ്. അതുകൊണ്ട് ആദ്യം ഡയഗ്രാംസ് നോക്കി പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബോഡി നോക്കി തന്നെ പഠിക്കുക. അനാറ്റോമി എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി അല്ലേ, അപ്പൊ നമ്മൾ നമ്മുടെ ബോഡി വെച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക. അത് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് നമ്മുടെ പ്രാക്ടിക്കലിന്റെ സമയത്തും മസിൽസിന്റെയും നെർവ്സിന്റെയും ആർട്ടറീസിന്റെ ഒക്കെ അനാറ്റോമി പഠിക്കുമ്പോഴാണ് നല്ല യൂസ്ഫുൾ ആകുന്നത്. കാരണം നമുക്ക് നല്ല രീതിയിൽ ഓർക്കാൻ നല്ലതാണ്. ലൈക്ക് ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, ഇൻസേർഷൻ എങ്ങനെയാണ്. അപ്പൊ നമ്മൾ അപ്പർ ലിംബ് എടുത്താൽ തന്നെ അതിൽ എന്തോരം മസിൽസ് ഉണ്ട്. ഈ മസിൽസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഓരോ മസിൽസിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ബോഡി തന്നെ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൈയൊക്കെ വെച്ചിട്ടായാലും അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായാലും തിയറിയിലായാലും ഇമ്പോർട്ടന്റ് ആണ് മസിൽസ് ഓഫ് ഫോറാം എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറേ മസിൽസ് ഉണ്ട്, അതിന്റെ അറേഞ്ച്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതായാലും ഇതുപോലെ കയ്യിലൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതുപോലെ ഫുള്ള് കളർ അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് പെൻസിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയാവും. അങ്ങനെ നമ്മളെ ബോഡി തന്നെ നോക്കിയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഓർക്കാനൊക്കെ നല്ലതാണ്. അത് മാത്രമല്ല പ്രത്യേകിച്ച് ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ പ്രാക്ടിക്കലിന്റെ സമയത്താണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുകയും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ പഠിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നെർവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്താണ്. കാരണം അതിൻ്റെ അകത്ത് തന്നെ കുറേ ഉണ്ട്, ഒറിജിൻ, കോഴ്സ്, ടെർമിനേഷൻ, പിന്നെ ബ്രാഞ്ചസ്, അങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ വിഷ്വലി കണ്ട്, പ്രത്യേകിച്ച് ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതിന്റെ വേറൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം അതേ സെന്റൻസ് പഠിച്ചാലും നമ്മൾ മറന്നു പോവാം. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു കൺസെപ്റ്റ്, അതായത് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ എന്താണ്, നമുക്ക് വിഷ്വലി അത് കണ്ട് നല്ലൊരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുകയാണ്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ വേർഡ്സിൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് കാണാപ്പാഠം എഴുതുന്ന പോലെ വരത്തില്ല. അപ്പൊ അതും ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് കണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ വന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്,
ഡിസെക്ഷൻ ഹോൾ. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസെക്ഷൻ ഹോളാണ്. അത് ആദ്യം തന്നെ ഞാൻ പറയാം. ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് മാക്സിമം എഫോർട്ട് ഇടേണ്ടതും അല്ലെങ്കിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് നമ്മുടെ ഡിസെക്ഷൻ ഹോൾ എന്ന് പറയുന്നത്. എല്ലാ സ്ട്രക്ചറും നേരിട്ട് കണ്ട് പഠിക്കുക. അതിനേക്കാൾ അപ്പുറം അനാറ്റോമി നമ്മളെ പഠിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു 3 അവർ മാക്സിമം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് നോക്കുക. നിങ്ങൾ സ്ട്രക്ചേഴ്സ് കണ്ട് ഡൗട്ട് ഉള്ളത് നിങ്ങളുടെ ഫാക്കൽറ്റീസിനോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ അപ്പർ ലിംബാണ് പഠിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ലോവർ ലിംബാണ് പഠിപ്പിക്കുന്നെങ്കിൽ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും പഠിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ അന്ന് തന്നെ കവർ ചെയ്യുക. ബാക്കിയുള്ള ഒരു സമയം വെറുതെ ഇരിക്കാണ്ട് നമ്മൾ തലേന്ന് പഠിച്ചിട്ടുള്ള പോർഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ മാക്സിമം നിങ്ങളുടെ ഡിസെക്ഷൻ അവർ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കിയാൽ നിങ്ങൾക്ക് അനാറ്റോമി ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേറെ ഒരു സ്ഥലം ഉണ്ടാവില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ അനാറ്റോമി പോലൊരു സബ്ജക്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച ആ ഒരു കാര്യം നല്ല രീതിയിൽ ഓർക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം ചില കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പൊ അതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടണം. ചില ആൾക്കാർക്ക് കേട്ട് പഠിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒന്നിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ പഠിച്ച കാര്യം നല്ല രീതിയിൽ ഓർത്തിരിക്കും. എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണോന്നില്ല. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഞാനും ആ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. ലാസ്റ്റ് ആയിട്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്തോരം പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റിവിഷൻ നടത്തിയില്ലെങ്കിൽ ആ എഫേർട്ടൊക്കെ വെറുതെ ആയിപ്പോ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്ക് പറ്റുന്ന പോലെ കുറെ തവണ നമ്മൾ റിവൈസ് ചെയ്യണം. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അനാറ്റോമിയുടെ ഒരു ടോപ്പിക് എടുക്കും. ഉദാഹരണത്തിന് പോസ്റ്റീരിയർ ട്രയാങ്കിൾ. അതിലെ എല്ലാ ഡയഗ്രാംസും വരച്ചു പഠിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ഒരു ഷോർട്ട് ടൈം മെമ്മറി എങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഫിസിയോളജിയോ ബയോകെമിസ്ട്രിയോ ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ചിട്ട് ലാസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇന്നലെ പഠിച്ച ആ ടോപ്പിക്ക് ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കും. പറ്റുന്ന പോലെ കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കും. ഞാൻ അപ്പത്തന്നെ എന്റെ മൈൻഡ് പ്രിപ്പയർ ചെയ്യും. നീ ഫസ്റ്റ് ടൈം ആണ് വായിച്ചത്, വലിയ ഓർമ്മയൊന്നും ഉണ്ടാകത്തില്ല, പറ്റുന്ന പോലെ റീകളക്ട് ചെയ്ത് നോക്കാന്ന്. അത് കഴിഞ്ഞിട്ട് ഡിസെക്ഷൻ ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് സമയം ഉണ്ടാവും. അപ്പം അവിടെയും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കും. പിന്നെ നമുക്ക് വീക്കിലി എക്സാം വെക്കുമ്പോഴേക്കും ഒരു തവണ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്റേണൽസ് ഒക്കെ വരുമ്പോൾ ഒന്നുകൂടെ വായിച്ചു. മോഡലായപ്പോൾ പിന്നെയും വായിച്ചു. യൂണിവേഴ്സിറ്റിയുടെ സമയമാകുമ്പോൾ പിന്നെയും വായിച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ കുറെ തവണ ഫ്രീക്വന്റ് ആയിട്ട് വായിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ യൂണിവേഴ്സിറ്റി എക്സാം ആയ സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന കുറച്ച് സമയമാണെങ്കിലും എന്തെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ വേറെ വീഡിയോസ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പഠിച്ചൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.